വിശദാംശങ്ങളുമായി ഇപ്പോൾ ജി.വി. പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ പാളികളുടെ എണ്ണം ഉയരുകയാണ്. 7 പാളികളിലെ സ്വർണം കവർന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി SIT കണ്ടെത്തിയിരിക്കുന്നു. ശിവവ്യാളി രൂപങ്ങളിലെ സ്വർണം കവർന്ന എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്. സ്വർണത്തിന്റെ അളവടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അപ്പോൾ സ്വർണക്കൊള്ളയുടെ വ്യാപ്തി കൂടുകയാണ് അല്ലേ? ഉറപ്പായും സ്മൃതി, നമ്മൾ കണക്ക് കൂട്ടുന്നത് ശരിയാണെങ്കിൽ സ്മൃതി, മേൽക്കൂര ഒഴികെയുള്ള മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. ആദ്യം നമ്മൾ കണ്ടത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളായിരുന്നു. പിന്നീട് മഹസർ പുറത്തുവിട്ടത് ഞങ്ങൾ തന്നെയാണ്, റിപ്പോർട്ടറാണ്. കട്ടിളപ്പടിയിലെയും ആ സ്വർണം ചെമ്പാക്കി മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന വിവരം നമ്മൾ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്, മഹസർ സഹിതം. ഇപ്പോൾ മനസ്സിലാവുന്നത് അതുമായി ചേർന്നുള്ള, അതായത് കട്ടിളപ്പാളിയോട് ചേർന്നുള്ള പൂർണ്ണ ഭാഗം, അതായത് 2 കാലുകളിൽ 27 രാശി ചക്രങ്ങൾ ആലേഖനം ചെയ്തതും കട്ടിളയുടെ മുകൾ ഭാഗത്തുള്ള അഷ്ടലക്ഷ്മി സ്വരൂപവും ഇതെല്ലാം ചേർന്നിട്ടുള്ളതിനെയാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത്. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സ്മൃതി. ഇതിൽ നമ്മൾ കണ്ടതുപോലെ 6/8/2018 ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് വാതിൽ പുതുതായി നിർമ്മിക്കാൻ വേണ്ടി പോറ്റിക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. ഈ വാതിൽ പുനഃസ്ഥാപിക്കുന്നതോടു കൂടിയാണ് മറ്റെല്ലാ ഭാഗങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പകരം സ്വർണം പൂശി കൊണ്ടുവരികയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ കൊള്ളയുടെ എല്ലാം തുടക്കം എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളിലും മാത്രമാണ് 2 പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിൽ നിൽക്കില്ല എന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. റോഥം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധനെയും ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെയും കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. ഇനി തീർന്നില്ല സ്മൃതി, ഇവിടെ നിന്ന് സ്വർണം ഇവിടെ നിന്ന് പോയ വഴികൾ. ഇനിയിപ്പോൾ BSSCയിൽ കൊടുത്ത ലാബ് റിപ്പോർട്ടുണ്ട്, അതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കേണ്ടതുണ്ട്. ഇത് എത്രമാത്രം പഴക്കമുള്ളതാണെന്ന്. നേരത്തെ ഉണ്ടായിരുന്ന തിരുവാഭരണം കമ്മീഷണർ കൊടുത്ത മൊഴി അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും തിരിച്ചു വന്ന സാധനങ്ങൾ അധികം പഴക്കമുള്ളതല്ല, പുത്തനാണ് എന്ന മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ആ തിരുവാഭരണം കമ്മീഷണർ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. അതിനർത്ഥം ഒരുപക്ഷെ ഇതെല്ലാം അവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. ചുരുക്കത്തിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പൊതിഞ്ഞതും കട്ടിളപ്പടിയിലെ സ്വർണം പൊതിഞ്ഞതും മാത്രമല്ല, പ്രഭാമണ്ഡലം ഉൾപ്പെടെ പുറത്തുനിന്ന് കാണുന്നതിൽ ഏകദേശം എല്ലാ രൂപവും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. താങ്ങുപീഠത്തിലെ സ്വർണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സ്വർണവും നഷ്ടപ്പെട്ടു എന്ന് അനുമാനിക്കേണ്ടി വരും. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ആകെയുള്ള 32 കിലോഗ്രാം സ്വർണമായിരുന്നു വിജയ് മല്യ ആ സമയത്ത് പൊതിഞ്ഞിരുന്നത്. അതിൽ എത്രമാത്രം സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നതിന്റെ കൃത്യമായ കണക്ക് ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന കണക്കും നേരത്തെ ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതിയ മഹസർ അനുസരിച്ചുള്ള കണക്കും മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് എന്നതാണ്. എത്രമാത്രം സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനയുടെ ഫലം വരേണ്ടതുണ്ട്. ആ ഫലം വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പോലെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് പോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളും മാത്രമല്ല, കട്ടിളപ്പടിയിലെ ഏതാണ്ട് പൂർണ്ണമായ എല്ലാ ഭാഗങ്ങളിലെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന തെളിവിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം വരുന്നത്. ഇത് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. അതിനർത്ഥം ഇതിന്റെ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് സ്മൃതി, എത്രമാത്രം സാധനങ്ങളാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്, അതിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ അളവ് എത്രയാണ്, ഇത് എങ്ങോട്ടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ചിത്രത്തിലേക്ക് വരേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥന്മാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും അടക്കമുള്ളവരും അതുപോലെ റോഥം ജ്വല്ലറിയുടെ ഉടമയും ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEOയും മാത്രമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ ഹൈക്കോടതി സമർപ്പിച്ചതുപോലെ രാജ്യാന്തര വിഗ്രഹ കടത്തുമായി ബന്ധമുള്ളവരും ഇത്തരം സാധനങ്ങൾ കടത്തുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലെ സാധനങ്ങൾ പോയിട്ടുണ്ടോ, രാജ്യം കടന്നു പോയിട്ടുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ തട്ടിപ്പ് നടത്തിയവർ
മാത്രമാണ് ഇപ്പോൾ പിടിയിലായത്. ഈ തൊണ്ടി മുതൽ എങ്ങോട്ടേക്കാണ് പോയത്, അതേ രൂപത്തിലാണോ ഇവിടെ നിന്ന് കടന്നു പോയത്, അത് സംസ്ഥാനം കടക്കുകയായിരുന്നു, അതല്ല സംസ്ഥാനവും കടന്ന് രാജ്യം കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഓരോ തവണ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും പുതുതായി ഓരോ കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ശ്രുതി. വലിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നിട്ടുണ്ട്, പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഗോവർദ്ധന്റെ ഹർജി കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് SIT റിപ്പോർട്ടിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനിയും കണ്ടെത്താൻ കൂടുതൽ സ്വർണമുണ്ട് എന്ന് കൂടിയാണ് SIT പറയുന്നത്. ശ്യാം, ഈ റിപ്പോർട്ടിൽ അധികം പേജുകളില്ല, പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. SITക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നേരത്തെ സംഭവിച്ചതിനപ്പുറമുള്ള വലിയ വ്യാപ്തിയുള്ള സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ജയിലിൽ കഴിയുന്നവർക്ക് ജാമ്യം ലഭിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗുരുതരമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ്. ഗൗരവതരമായ വിവരങ്ങളാണ് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രത്യേകിച്ചും ഈ കൂടുതൽ സ്വർണം കവർന്നു എന്ന കാര്യമാണ്. ഈ പ്രഭാമണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 109 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു എന്നതാണ് കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ രീതിയിലുള്ള ഈ സ്വർണം വേർതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. മാത്രമല്ല ഇതിൽ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന കാര്യവും കൂടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യമാണെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നേരത്തെ ശബരിമല 2 കേസുകളാണ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസും രണ്ടാമത്തേത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും. ഇത് രണ്ടുമല്ല, ഇതിനപ്പുറത്തേക്ക് വലിയ വ്യാപ്തിയിൽ ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നതാണ് SIT തന്നെ അതിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. SITക്ക് എപ്പോഴെങ്കിലും ആലസ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആലസ്യം മറികടന്ന് അവർ കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് പങ്കജ് ഭണ്ഡാരിയും ഒപ്പം ഈ നാഗഗോവർദ്ധൻ സ്വർണ്ണ വ്യാപാരിയായ നാഗഗോവർദ്ധനും അടക്കം അറസ്റ്റിലാവുകയും ചെയ്തത്. ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നതാണ് SITയുടെ ആവശ്യം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകുന്നത്. കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ഗുരുതരമായ വിവരങ്ങളാണ് SIT ഇതിനകം കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രത്തോളം അതീവ ഗൗരവതരമാണെന്ന് മനസ്സിലാക്കാനാകുന്നു.